ചില ഫാമിലിയിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില വ്യക്തികൾ കണ്ടിട്ടുണ്ടാവും, ചില സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷന്മാരെ കണ്ടിട്ടുണ്ടാവും. അവർ മറ്റുള്ളവരിൽ നിന്ന് റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ റിസീവ് ചെയ്യുമോ എന്നുള്ള ഭയവും, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ഒരു ഒരു ഉള്ളിലുള്ള ഒരു ഫീലിങ്സ്, ഇത്തരം കാര്യങ്ങളിൽ ചില സമയത്ത് അവർക്ക് ഉണ്ടെങ്കിൽ അവർ ആദ്യം ഒരു സ്റ്റാറ്റസ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ അവർ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഈവൻ വാട്സപ്പിലൊക്കെ അവർ സ്റ്റാറ്റസ് ആയിട്ടിട്ട് അതിനെ റിയാക്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് നമ്മൾ. ഹലോ, നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഈ സ്റ്റാറ്റസ് ഇട്ട് അവരുടെ ഇമോഷനെ റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളുടെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടറിനെ പറ്റിയാണ്. പൊതുവേ ഇങ്ങനെയുള്ള ആളുകൾക്ക് ചില ബലഹീനതകളുണ്ട്. ആ ബലഹീനതകളാണ് ഈ സ്റ്റാറ്റസിലൂടെ അവർ റിയാക്ട് ചെയ്യുന്നത്. നമ്മുടെ ടോപ്പിക്കിൽ മുഴുവനും ഒരു 3-4-5 കാറ്റഗറി ഉണ്ട്. അതായത് അവരുടെ ഒരു പ്രോബ്ലമല്ല, ഇറ്റ്സ് ഒരു ബേസിക് നേച്ചറാണ്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ വിശദീകരിക്കാൻ പോകുന്നത്. എന്ത് സൈക്കോളജിക്കൽ ഫാക്ടറായിരിക്കും ഇവർ കടന്നു പോവുക എന്ന് നമുക്ക് നോക്കാം. ചിലപ്പോൾ നിസ്സഹായത കൊണ്ടായിരിക്കാം. അതിന് ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം പറയാമെന്ന് പറയുന്നത് അവർക്ക് ഫിയർ ഓഫ് റിജക്ഷനാണ്. അതായത് ചില ഫാമിലിയിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില വ്യക്തികൾ കണ്ടിട്ടുണ്ടാവും, ചില സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷന്മാരെ കണ്ടിട്ടുണ്ടാവും. അവർ മറ്റുള്ളവരിൽ നിന്ന് റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ റിസീവ് ചെയ്യുമോ എന്നുള്ള ഭയവും, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ഒരു ഉള്ളിലുള്ള ഒരു ഫീലിങ്സ്, ഇത്തരം കാര്യങ്ങളിൽ ചില സമയത്ത് അവർക്ക് ഉണ്ടെങ്കിൽ അവർ ആദ്യം ഒരു സ്റ്റാറ്റസ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ അവർ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഈവൻ വാട്സപ്പിലൊക്കെ അവർ സ്റ്റാറ്റസ് ആയിട്ടിട്ട് അതിനെ റിയാക്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് നമ്മൾ. ഇങ്ങനെ ഫീലിങ്സ് റിയാക്ട് ചെയ്യുന്ന ആളുകൾക്കൊരു അബാൻഡൻമെൻറ്റ് ഫീലിങ്സ് ഉണ്ടായിരിക്കും. അതായത് തങ്ങളുടെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുമോ എന്നുള്ളൊരു ഭയങ്കരമായൊരു ഭയത്തിൻ്റെ പുറത്താണ് ഇവർ റീൽസ് ഇടുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റസൊക്കെ ഇവർ എക്സ്പ്രസ് ചെയ്യുമ്പോൾ മിക്കവരുടെയും സ്റ്റാറ്റസ് നമുക്ക് കാണാം ഭയങ്കര കരച്ചിലോട് കൂടിയുള്ള സ്റ്റാറ്റസ് ആയിരിക്കാം, സങ്കടപ്പെട്ടു പോയോ എന്നുള്ള സ്റ്റാറ്റസ് ആയിരിക്കാം, എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. അതായത് ഡയറക്റ്റ്ലി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ ഈ സ്റ്റാറ്റസിലൂടെ അവർ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഇത് ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ് കൊണ്ടാണ്. ഇനി അടുത്തൊരു കൺസേൺ എന്ന് പറയുന്നത് അവർക്ക് ലോ സെൽഫ് എസ്റ്റീം എന്ന് വെച്ചാൽ മറ്റുള്ളവരെക്കാളും താൻ വാല്യൂ കുറഞ്ഞ വ്യക്തിയാണ്. മറ്റുള്ളവർക്ക് ഒരുപാട് വാല്യൂ ഉണ്ട്, എനിക്ക് പറ്റില്ല, എൻ്റെ വാല്യൂസ് തീരെ മോശമാണ്, ഞാൻ തീരെ താഴെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഇത്തരക്കാർക്കുണ്ട്. അവരുടെ ഒരു റിയാക്ഷൻസ് വരുമ്പോൾ ആ വാല്യൂസ് കുറഞ്ഞ് കാണിക്കുമ്പോൾ അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഫീലിങ്സും ഈ സ്റ്റാറ്റസ് മുഖേനയാകാറുണ്ട്. ഞാൻ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് അവരുടെ ആ ഒരു ലോ സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അത് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും കാശുകാരനാവും, ഞാനിങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ, ഞാൻ ഭയങ്കരമായിട്ട് റെഡിയായിട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ എല്ലാത്തിനും പ്രതികരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ ഒരു ലോ സെൽഫ് എസ്റ്റീമിനെ, അതായത് അവരുടെ വാല്യൂ കുറച്ച് കാണിക്കുന്നതിനെ കുറച്ചുകൂടെ പോഷായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് റീൽസ് ആയിട്ട് ഇടും. അതൊരു സ്റ്റാറ്റസ് ആയിട്ടും ഇവർ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത്. അവർക്ക് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന സംഭവം തീരെ കുറവായിരിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. ചില കാര്യം പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട്, എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നവർ കണ്ടാൽ. അങ്ങനെ നമുക്ക് ഈ സമീപ കാലഘട്ടങ്ങളിൽ ഞാൻ കണ്ടൊരു സ്റ്റാറ്റസിൽ അയാളുടെ എല്ലാ ഇമോഷൻസും, സങ്കടങ്ങളും, ദേഷ്യവും, ഫ്രസ്ട്രേഷൻസും മുഴുവനും ഒരു നിരയായിട്ട് ഇങ്ങനെ സ്റ്റാറ്റസ് ആയിട്ടിട്ടുണ്ട്. ഒരു 10-25ഓളം സ്റ്റാറ്റസ് ലൈനുകളായിട്ട് നമുക്ക് കാണാമായിരുന്നു. അതിൽ മുഴുവനും അയാളുടെ ഇമോഷൻസും വിഷമങ്ങളും മുഴുവനും ഇങ്ങനെ പറഞ്ഞ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അവർ എക്സ്പ്രസ് ചെയ്യുന്നൊരു ഫീലിങ്സ് എന്ന് പറയുന്നത് അവർക്ക് അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അവരുടെ വിഷമങ്ങൾ മുഴുവനും നേരിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് എക്സ്പ്രസീവ് ചെയ്താക്കി കാണിക്കുന്നത് മറ്റുള്ളവർ കണ്ടു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും എന്നുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല. മറ്റുള്ളവർ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകളെ തീരെ വീക്കായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലായിരിക്കും ചിലപ്പം ഒരു എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ അവർ കാണിക്കുക. പരമാവധി ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. ഏറ്റവും ലാസ്റ്റായിട്ട് പറയേണ്ട ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അസേർട്ടീവ്നെസ് എന്ന് പറയും. അസേർട്ടീവ്നെസ് എന്ന് പറയാൻ നോ പറയാൻ അറിയത്തില്ലാത്ത ആളുകൾ. ഇവർക്ക് നോ പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട്, പേടിയുള്ളതുകൊണ്ട്, മറ്റുള്ളവർ എന്നെപ്പറ്റി എന്തെങ്കിലും വിചാരിക്കുമോ എന്നുള്ള ഭയമൊക്കെ ഉള്ളതുകൊണ്ട് അവർ റിയാക്ട് ചെയ്യുന്നതും ഇത്തരം സ്റ്റാറ്റസ് മുഖേനയായിരിക്കും. അപ്പോൾ ഇവർ സ്പെസിഫിക് ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും ഈ സ്റ്റാറ്റസ് ഇടുന്നത്. ആ വ്യക്തികൾ കണ്ടു കഴിയുമ്പോൾ എൻ്റെ വികാരങ്ങൾ അയാൾ മനസ്സിലാക്കി അതിനുശേഷം എന്നിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു ഇമോഷണൽ സ്റ്റേജ് ഉള്ളതുകൊണ്ട് അവർ റിയാക്ട് ചെയ്യും. അപ്പോൾ ആ എക്സ്പ്രഷനിലൂടെ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ആളുകൾ ശരിക്കും വളരെ ചിരിക്കുകയായിരിക്കും ചിലപ്പോൾ ചെയ്യുക. നേരിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് സ്റ്റാറ്റസിലൂടെ എക്സ്പ്രസ് ചെയ്തു എന്ന് പറയുന്നത് വളരെ ഫണ്ണി ആയിട്ട് ചിലർക്ക് തോന്നിയെന്ന് വരാം. പക്ഷേ ഇത്തരം ആളുകൾ എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലോ അസേർട്ടീവ്നെസ് എന്ന് പറയും. അപ്പോൾ അതിനെ നമുക്ക് മറികടക്കാൻ വേറെ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ല, എക്സ്പ്രസീവ് ആകുക എന്നുള്ളതാണ്.
യെസ് പറയുന്ന സ്ഥലത്ത് യെസ്സും നോ പറയുന്ന സ്ഥലത്തും നോ പറയുക, നേരിട്ട് പറയുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. നമ്മൾ സ്റ്റാറ്റസിലൂടെ എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യങ്ങളല്ല ശരിക്കും. അത് ഇപ്പോൾ പണ്ടത്തെ കാലഘട്ടങ്ങളിലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു അവസരമേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയും മറ്റ് നമുക്ക് ഇത്തരം അവസരങ്ങളൊക്കെ സജീവമായി നിൽക്കുന്ന സമയമായതുകൊണ്ട് വി റിയാക്ട് ലൈക്ക് ദിസ്. കോമൺലി ഇടുന്ന സ്റ്റാറ്റസിന് മാത്രം ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇതൊരു ടൂളായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു മാനസിക ശാസ്ത്രം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇത്തരം ആളുകൾ നമ്മൾ അവഗണിക്കുകയോ അല്ലെങ്കിൽ അവരെ കളിയാക്കുകയോ അല്ല ചെയ്യേണ്ടത്. ദർ ഇസ് എ ചാൻസ്. ഇത് കേൾക്കുന്ന ആളുകൾ, കാണുന്ന ആളുകളാണെങ്കിലും അവർക്ക് പറയാൻ പറ്റാത്തതായതുകൊണ്ട് ജസ്റ്റ് സ്പീക്ക് ടു ദം. ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് തന്നെ ചിലപ്പോൾ നേരെയായെന്ന് വരാം. ചിലർ ആ റിലേഷൻഷിപ്പ് നേരെയാകാൻ വേണ്ടി പറയാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഒന്നൊരു സംസാരം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കോൾ കൊണ്ടോ ചിലപ്പോൾ ശരിയായെന്ന് വരാം. പ്രത്യേകമായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന, നിങ്ങൾക്ക് പറയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ചുകൂടി വിശദീകരണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സജഷൻസ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ കമൻസ് ആയിട്ട് മെൻഷൻ ചെയ്ത് നമുക്കത് എക്സ്പ്രസ് ചെയ്ത് തരാനും പറ്റും. ഡീറ്റെയിൽ ചെയ്യാം, ഡീകോഡ് ചെയ്യാം നമുക്ക്. ഓക്കെ, സോ ദിസ് ജെനി സൈനിങ് ഓഫ്. സീ യു. താങ്ക് യു.